നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലെ ക്വാളിറ്റി അഷുറൻസിനെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുന്ന് ആവും ഈ സെഷൻ കേൾക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ ഇരുന്നിട്ടായിരിക്കും. നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും നല്ല എന്താണ് ഗവൺമെന്റിന്റെ വീക്ഷണം എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് ഇപ്പോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ക്വാളിറ്റിയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ വീക്ഷണം. അതിനുവേണ്ടി തന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും നിങ്ങൾക്കറിയാം ക്വാളിറ്റിയുടെ ഫണ്ടിങ് ലഭ്യമാക്കുന്നത് NHM സ്കീം വഴിയാണ്. NHMന്റെ ഒരു നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ക്വാളിറ്റി ഉറപ്പാക്കുന്നതിനുള്ള ഫണ്ടുകൾ ഗവൺമെന്റ് ലഭിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് നടപ്പിലാക്കേണ്ട കുറെ പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ് ക്വാളിറ്റി അക്രഡിറ്റേഷൻ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിരിക്കുന്ന നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തേണ്ടതാണെന്നും അത് പ്രകാരമുള്ള ചെക്ക് ലിസ്റ്റുകൾ വഴി നമ്മളെ സ്ഥാപനങ്ങൾ ഒരു ടീം വന്ന് പരിശോധിക്കുമ്പോൾ അത് പ്രകാരമുള്ള സേവനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുമുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന സെഷൻ ഓവർവ്യൂ ഓഫ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയിൽ എങ്ങനെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡുകൾ ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലുള്ള ജീവനക്കാർക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ പരിചയപ്പെടുത്തുന്ന ഒരു തുടക്ക ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മൾ തരുന്നത്. അപ്പം ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്, അല്ലെ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴാവട്ടെ അത് വളരെ ക്വാളിറ്റി ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ ലൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ അളവുകോലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഡെഫിനിഷൻസ് പ്രകാരം അതൊരു മെഷർ ഓഫ് എക്സലൻസ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഒരു ഔന്നിത്യം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിന്റെ ഒരു അളവുകോലാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ്, ഡെഫിഷ്യൻസീസ് ആൻഡ് സിഗ്നിഫിക്കന്റ് വേരിയേഷൻസ്. ചുരുക്കി പറഞ്ഞാല് നമുക്ക് എററുകൾ ഇല്ല അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ വരാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു ക്വാളിറ്റിയുടെ ലക്ഷണമാണ്. അവിടെ കുറവുകളില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു ക്വാളിറ്റിയുടെ ലക്ഷണമാണ്. അല്ലെങ്കിൽ കൊടുക്കുന്ന സേവനങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാതെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാൻ കഴിയുന്നത് ക്വാളിറ്റിയുടെ ലക്ഷണമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവേണ്ടത് എന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോ സ്ഥാപന തലത്തിനും ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഈ രീതിയിലായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ചിലപ്പോൾ വിവിധമായിട്ടുള്ള സർക്കാർ ഉത്തരവുകളിലൂടെ ആയിരിക്കാം, സർക്കുലറുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് വഴി പഠിച്ച വിവരങ്ങളിലൂടെ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ നമുക്ക് ഉണ്ടാവും. ഓരോ സ്ഥാപന തലത്തിലും പ്രാവർത്തികമാക്കേണ്ട സ്റ്റാൻഡേർഡുകളിൽ എത്രത്തോളം നമ്മൾ പ്രവർത്തനങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അഡ്ഹറൻസ് ടു പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്. നമ്മൾ എത്രത്തോളം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക് ചേർന്ന് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അളവാണ് ക്വാളിറ്റി പരിശോധന. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ NHSRCയുമായിട്ട് ചേർന്ന് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷന്റെ മാതൃകയിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ NABH എന്നെല്ലാം കാണുന്നുണ്ട്, അല്ലെ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് സ്റ്റാൻഡേർഡ് ഒക്കെ കാര്യസ്ഥമാക്കി അതേ ഒരു മാതൃകയിലൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്റ്റാൻഡേർഡാണ് NQAS. അതുപോലെ തന്നെ NQASന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ലേബർ റൂമുകൾ അല്ലെങ്കിൽ ലേബർ മെറ്റേണിറ്റി OT ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് പിന്നെ അത്തരം ഡെലിവറി സംബന്ധമായിട്ടുള്ള ഏരിയകൾക്ക് നടത്തുന്ന സ്റ്റാൻഡേർഡൈസ് ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സാണ് ലക്ഷ്യ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ മേജർ ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള ഇപ്പൊ ലക്ഷ്യ അക്രഡിറ്റഡ് ആയിട്ടുള്ള ലേബർ റൂം ആണത്, ലക്ഷ്യ അക്രഡിറ്റഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി OT ആണിത് എന്നെല്ലാം പറയുന്നത്. അതാണ് ലക്ഷ്യ. അതുപോലെ തന്നെ NQASന്റെ സത്ത ഉൾക്കൊണ്ട് തന്നെ മുസ്കാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കൂടിയുണ്ട്, ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിചരണം നടത്തുന്ന SNCU ആവട്ടെ, NBSU ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്, പീഡിയാട്രിക് വാർഡ്, പീഡിയാട്രിക് അങ്ങനെ തുടങ്ങിയ ഏരിയ, OPD തുടങ്ങിയ ഏരിയകളുടെ പ്രത്യേകമായിട്ടുള്ള അസസ്മെന്റ് നടത്തുന്ന പ്രോഗ്രാമാണ് മുസ്കാൻ.
ഇനി മൂന്നാമത് അത് മൂന്നും നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിന്റെ ഫ്രെയിംവർക്കിൽ തന്നെയുള്ള പ്രോഗ്രാമുകളാണെന്നിരിക്കെ നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ഥാപനത്തിന്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സംസ്ഥാന തലത്തിൽ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്തൊരു സംസ്ഥാനം. അതിന്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡാണ് ക്യാഷ്, കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ്. നിങ്ങൾ പലരും ജോലി ചെയ്യുന്ന PHC-കളിലേക്ക് ക്യാഷ് മുൻപ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി അന്ന് ഗവൺമെന്റ് ഓഫ് കേരള ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ പഠനം അനുസരിച്ച് NABH പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്റ്റാൻഡേർഡാണ് ക്യാഷ്. അതിപ്പോഴും നമ്മൾ സ്റ്റേറ്റ് ലെവൽ NQS അസസ്മെന്റിന്റെ കൂടെ തന്നെ ക്യാഷ് അസസ്മെന്റും നടത്തിയാണ് നമ്മൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. കൂടാതെ MBFHI അല്ലെങ്കിൽ മെറ്റേണൽ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്, അതായത് അമ്മയും കുഞ്ഞിന്റെയും ഒരു ആരോഗ്യം, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ ജനിച്ച ഉടനെ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന, അതായത് കുട്ടികൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ മുലപ്പാൽ ലഭ്യമാവുക എന്നുള്ളത്. അപ്പൊ അത് എല്ലാ സർക്കാർ ആശുപത്രികളെയും പ്രാപ്തമാക്കുക. അതോടുകൂടി തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും MBFHI മെറ്റേണൽ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ എന്നുള്ള അസസ്മെന്റ് പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. ഇത് കൂടാതെ കായകൽപ്പ് അസസ്മെന്റ്, കായകൽപ്പ് എന്ന് പറയുമ്പോൾ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം അല്ല, നേരെ മറിച്ച് ശുചിത്വം, ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങിയ ഏരിയകൾ മാത്രമായിട്ട് അസസ് ചെയ്തിട്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തിയിട്ട് അവർക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് കായകൽപ്പ്. അത് ശുചിത്വ ഭാരതം അല്ലെങ്കിൽ സ്വച്ഛതാ മിഷന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് കായകൽപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഹയർ ലെവലിൽ NABH പ്രോഗ്രാംസ് നിലവിലുണ്ട്. NABH നമുക്ക് ഒരു വ്യത്യാസം അറിയാന്നുള്ളത്, ഇതെല്ലാം ഗവൺമെന്റ് സ്പോൺസർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുന്നുണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനം ആ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിന്റെ അസസ്മെന്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഇത്രയും ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഗവൺമെന്റിൽ നിന്നും ഇൻസെന്റീവ് കിട്ടും. സ്ഥാപന തലത്തില് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് സ്റ്റാഫ് ഇൻസെന്റീവ് ഒക്കെ ആയിട്ട് ചേർന്ന് ഇൻസെന്റീവുകൾ ലഭ്യമാവും. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇനി വരുന്ന സ്ലൈഡുകളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നടപ്പിലാക്കി വരുന്ന ക്വാളിറ്റി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ. ഇനി NQS സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് എന്താണ് ഈ സ്റ്റാൻഡേർഡ്? ഇവർ കുറെ നേരമായി സ്റ്റാൻഡേർഡുകൾ പല ക്വാളിറ്റി ഓഫീസേഴ്സ് വന്ന് പറയുന്നുണ്ടോ, നിങ്ങളെ മെഡിക്കൽ ഓഫീസർ വന്ന് പറയുന്നുണ്ടോ? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് നാഷണൽ ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് സെന്ററിന്റെ പോർട്ടൽ ഉണ്ട്, NHSRC പോർട്ടൽ. അതിന് വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്താണെങ്കിൽ ഈവൻ നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗൈഡ് ബുക്കുകൾ കിട്ടും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സബ് സെന്ററുകളുടെ കാര്യമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അസസേഴ്സ് ഗൈഡ് ബുക്ക് ഫോർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, ഇത്തരത്തിലുള്ള ഗൈഡ് ബുക്കുകൾ, ഇംപ്ലിമെന്റേഷൻ ഗൈഡ് ബുക്ക് ഒക്കെ കിട്ടും. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് വായിക്കാവുന്നതാണ്. ഇനി ഈ ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള പ്രോഗ്രാമിന് ഒരു കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ട്. ആ സ്ഥാപന തലം മുതൽ സംസ്ഥാന തലം കഴിഞ്ഞ് നാഷണൽ ലെവൽ വരെയും അതിനൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. നാഷണൽ ലെവലിൽ ഇതിനൊരു കൗൺസിൽ ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റി ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർപേഴ്സൺ ആയിരുന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഏതൊക്കെ സ്ഥാപനത്തിന് സ്റ്റേറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ജില്ലാ ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റി. ആ കമ്മിറ്റിയിലൂടെയാണ് ജില്ലാ തലത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഫെസിലിറ്റി ലെവൽ, ഓരോ സ്ഥാപന തലത്തിലും ക്വാളിറ്റി സർക്കിളുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി ടീം രൂപീകരിക്കേണ്ടതുണ്ട്. ആരൊക്കെ ആയിരിക്കണം ആ ക്വാളിറ്റി ടീമിന്റെ അംഗങ്ങൾ എന്നൊക്കെയുള്ളതിനെ പറ്റി സംബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവുകളൊക്കെ ലഭ്യമാണ്. സബ് സെന്ററിനെ സംബന്ധിച്ച് നിങ്ങൾ മൂന്ന് തലത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരാണ്. അവിടെ 3 പേരും അതിന്റെ മെമ്പർമാർ തന്നെയാണ്. കൂടാതെ ആ സബ് സെന്ററിന്റെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ആവട്ടെ, വാർഡ് മെമ്പർ ആവട്ടെ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ആ ക്വാളിറ്റി ടീമിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പൊ നാഷണൽ ലെവലിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ സെൻട്രൽ ക്വാളിറ്റി സൂപ്പർവൈസറി കമ്മിറ്റിയാണുള്ളത്. സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയാണുള്ളത്. കൂടാതെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റ് ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് നടത്തി തരാൻ സഹായിക്കുന്നതും നിങ്ങൾക്ക് ട്രെയിനിങ് നടത്തി തരുന്നതുമായിട്ടുള്ള യൂണിറ്റുകളുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അത്തരം യൂണിറ്റുകളുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്വാളിറ്റി ടീമാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ട്രെയിനിങ് നടത്തേണ്ടതുമെല്ലാം ക്വാളിറ്റി ടീമിന്റെ നേതൃത്വത്തിലാണ്. ഇനി ഇതൊരു വിഭാഗമാണ് ക്വാളിറ്റി ഡിവിഷന്റെ. ഇതിനെ കൂടാതെ ക്വാളിറ്റി ഡിവിഷന്റെ രണ്ടാമത്തെ വിഭാഗമാണ് നമ്മുടെ കൂടെയുള്ള എംപാനൽഡ് അസസേഴ്സ്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് കാണിച്ച ക്വാളിറ്റി ഇംപ്ലിമെന്റേഷൻ നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട
ഓഫീസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റ് സ്റ്റാഫിനെയൊക്കെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും അസസേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അവരാണ് പലപ്പോഴും സംസ്ഥാന തലത്തിലുള്ള അസസ്മെന്റുകൾക്കെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളെ സന്ദർശിച്ച് ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള അസസ്മെന്റുകൾ നടത്തുന്നത്. ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട എക്സ്റ്റേണൽ ക്വാളിറ്റി അസസേഴ്സ് ഉണ്ട്. അവർ അവിടുത്തെ സ്ഥാപനങ്ങളെ അസസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ഓഫീസേഴ്സ് ആണ് ഇവിടെ വന്ന് എംപാനൽഡ് ആയിട്ടുള്ള അസസേഴ്സ് ആണ് ഇവിടെ വന്ന് നാഷണൽ ലെവൽ അസസ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഓരോ അസസ്മെന്റ് പ്രോസസ്സും 3 or 4 ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് സ്ഥാപന തലത്തിലുള്ള ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തുകയും അതിൽ എന്താണ് ആവശ്യമുള്ള സ്കോർ അല്ലെങ്കിൽ പര്യാപ്തമായ സ്കോർ ലഭിക്കുന്ന പക്ഷം ഒരു ജില്ലാതല ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ജില്ലാതല അസസ്മെന്റ് നടത്തുകയും തുടർന്ന് സംസ്ഥാനതല അസസ്മെന്റ് നടത്തുകയും അതിലും ആവശ്യമായ സ്കോർ ലഭിക്കുന്ന പക്ഷം നമുക്ക് നാഷണൽ ലെവൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നാഷണൽ ലെവൽ അസസേഴ്സ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും NHSRC ഡെപ്യൂട്ട് ചെയ്യുന്ന അസസേഴ്സ് വന്നാണ് നമ്മുടെ സ്ഥാപനം പരിശോധിച്ച് നമുക്കുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ പര്യാപ്തമാണോ അല്ലയോ എന്നുള്ളത് അറിയിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇനി ഈ എന്താണ് നമ്മുടെ അസസ്മെന്റിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഏതൊരു അസസ്മെന്റും എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാവും. ആ ചട്ടക്കൂടാണ് ഓരോ ഏരിയ ഓഫ് കൺസേൺ. ആ ഓരോ ഏരിയ ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിനെ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്ന, സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് കൺസേൺസ്. 8 ഏരിയ ഓഫ് കൺസേൺ ആണ് ഉള്ളത് നമ്മുടെ ഓരോ സ്ഥാപന തലത്തിലും നോക്കുന്നത്. ആദ്യത്തെ ആദ്യത്തെ ഏരിയ ഓഫ് കൺസേൺ ആണ് സർവീസ് പ്രൊവിഷൻ. ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, എന്തൊക്കെ സർവീസുകളാണ് ഈ സ്ഥാപന തലം കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ട സർവീസുകൾ എന്തൊക്കെ ഈ പ്രസ്തുത സ്ഥാപനം കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ജനകീയാരോഗ്യ കേന്ദ്രം എന്തൊക്കെ സർവീസുകൾ കൊടുക്കണമെന്ന് നമുക്ക് ഉത്തരവുകളിലൂടെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും അല്ലെ. ഗവൺമെന്റ് ഉത്തരവുകളുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒക്കെ ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സർവീസ് പ്രൊവിഷൻ എന്നുള്ള ഏരിയ ഓഫ് കൺസേണിലൂടെ പരിശോധിക്കുന്നത്. 2 പേഷ്യന്റ് റൈറ്റ്സ്, അതായത് രോഗികളുടെ അവകാശം. രോഗികളുടെ അവകാശത്തെ എന്താണ് നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരു രോഗി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അദ്ദേഹത്തിന് അറിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, കൺസെന്റ് എടുക്കുന്നുണ്ടോ ഓരോ പ്രൊസീജിയറിന് മുമ്പും, അത്തരത്തിലുള്ള കാര്യങ്ങൾ, മരുന്ന് കൊടുക്കുമ്പോൾ അത് കൃത്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുള്ള രോഗികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ. ആശുപത്രി സിറ്റിസൺ ചാർട്ടർ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിലും കൊടുക്കുന്ന സേവനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവകാശങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. 3ാമത്തെ ഏരിയ ഓഫ് കൺസേൺ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് HR ആവട്ടെ, അതായത് മാനവ വിഭവശേഷി ആവട്ടെ, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, ഉപകരണങ്ങളാവട്ടെ, മരുന്നുകളാവട്ടെ, ഇതെല്ലാം ഇൻപുട്ട്. മാൻ മെറ്റീരിയൽ മണി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ അതാണ് ഇൻപുട്ട്. ഇനി 4ാമത്തെ ഏരിയ ഓഫ് കൺസേൺ ആണ് സപ്പോർട്ടീവ് സർവീസസ്. മറ്റ് രോഗികളുടെ ആവശ്യങ്ങൾക്ക്, സ്ഥാപനതല ആവശ്യങ്ങൾക്കായിട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയുണ്ട്. ഉദാഹരണത്തിന് ഒരു ജില്ലാ ആശുപത്രി ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കിച്ചൺ ഉണ്ടോ, ലോണ്ടറി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സപ്പോർട്ടീവ് സർവീസസിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സർവീസസ്. എന്തൊക്കെ ചികിത്സ അല്ലെങ്കിൽ ചികിത്സാ സബ് സെന്ററിനെ സംബന്ധിച്ചാണ് ഏതൊക്കെ OP നടത്തുന്നുണ്ട്, ഏതൊക്കെ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലിനിക്കൽ സർവീസ്. ആ ക്ലിനിക്കൽ സർവീസിൽ ആ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരമാണോ അവിടെ സേവനങ്ങൾ നൽകുന്നത്, പറയുന്ന പ്രോട്ടോകോൾ പ്രകാരമാണോ റെഫറൽ നടത്തുന്നത്, അത് കൃത്യമായി ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ. ഒരു ANC പേഷ്യന്റ് BP കൂടി വന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഒരു ഹൈപ്പർടെൻസീവ് ആണ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, അവരെ കൃത്യമായി റെഫർ ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കോർ ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലിനിക്കൽ സർവീസസിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. 6ാമത്തെ ഏരിയ ഓഫ് കൺസേൺ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. പരമപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ഓഫ് കൺസേൺ ആണ്. ശുചിത്വവും എത്രത്തോളം അണുബാധ നിയന്ത്രണ പരിപാടികളും ആ സ്ഥാപനം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ഏരിയ ഓഫ് കൺസേൺ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് ക്വാളിറ്റി മാനേജ്മെന്റ്, ആ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൃത്യമായി ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരം ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ, OPയിൽ വരുന്ന ലോഡ് നോക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ. ഇപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ റേറ്റ്സ്, ഇൻഫെക്ഷൻ റേറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ, സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരുന്നത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ. ഇപ്പൊ നമ്മൾ പാലിയേറ്റീവിലൊക്കെ പോകുമ്പോൾ കത്തീറ്റർ ഒക്കെ ഇടും, കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് വരുന്നത്. അതുപോലെ ഔട്ട്കം, നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് എന്തൊക്കെ സേവനങ്ങൾ ജനങ്ങൾക്ക് പരമമായി കിട്ടി, എത്ര OP വന്നു,
അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ഓരോ ആഴ്ചകളിലായിട്ട് ഓരോ സെഷൻസ് ഓരോ ഏരിയ ഓഫ് കൺസേൺ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം, മനസ്സിലാക്കാം. അതിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവാനും സാധിക്കും. ഇനി എന്താണ് ഓരോ ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഏരിയ ഓഫ് കൺസേൺ അനുസരിച്ചാണ് ഈ ചെക്ക് ലിസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഏരിയ ഓഫ് കൺസേണിലും എന്താണ് നോക്കേണ്ടത്, ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളിനെ സംബന്ധിച്ച് എന്താണ് നോക്കേണ്ടതെന്നാണ് സ്റ്റാൻഡേർഡിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡ്, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ഏരിയ ഓഫ് കൺസേൺ ചിലപ്പോൾ 5ഓ 10ഓ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. ഹാൻഡ് വാഷിംഗ് സൗകര്യം ഉണ്ടോ, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതായിരിക്കും ഒരു സ്റ്റാൻഡേർഡ്. അപ്പൊ അതിനുവേണ്ടി നോക്കുന്ന മെഷറബിൾ എലമെന്റ്, അതിൽ എന്ത് നോക്കണം എന്നുള്ളത്, വാട്ട് ടു മെഷർ എന്നുള്ളതാണ് മെഷറബിൾ എലമെന്റ്. അവിടെ കൈ കഴുകാൻ വാഷ് ബേസിൻ ഉണ്ടോ, അവിടെ സോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുള്ളത്. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ച ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട്. അതിൽ നോക്കിയാണ് നമ്മൾ മാർക്കിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതിലിടുന്ന മാർക്കിനനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഏരിയയുടെ സ്കോർ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. 8 ഏരിയ ഓഫ് കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇപ്പൊ സർവീസ് പ്രൊവിഷൻ ഉണ്ട്, പേഷ്യന്റ് റൈറ്റ്സ് ഉണ്ട്, ഇൻപുട്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ 8 ഏരിയ ഓഫ് കൺസേൺ ഉണ്ട്. ഈ പലപ്പോഴും ഈ ഏരിയ ഓഫ് കൺസേൺ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോ നമ്മൾ ഒരു സ്ഥാപനം എന്തുകൊണ്ട് ക്വാളിറ്റി അക്രഡിറ്റേഷന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആദ്യം കേൾക്കുന്ന മറുപടി അവിടെ അതിനുള്ള സ്ഥല സൗകര്യമില്ല, അവിടെ പരിമിതികളുണ്ട് എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിന്റെ സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഔട്ട്കം ഉണ്ട് അല്ലെ. സ്ട്രക്ചർ ഉണ്ട്, ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നതിന് ആവശ്യമായ രൂപം ഉണ്ടാവുക, അതിന്റെ ഒരു ഘടകമാണ്, അടിസ്ഥാന ഘടകമാണ് സ്ട്രക്ചർ എന്നുള്ളത്. അവിടെ എങ്ങനെ ആ ഫെസിലിറ്റി നടപ്പിലാക്കുന്നു, എങ്ങനെ സേവനം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്. എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള പരിപാടി, ഇമ്മ്യൂണൈസേഷൻ ഒരു സ്ഥാപനത്തിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു ഇമ്മ്യൂണൈസേഷൻ റൂം വേണം, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമോ ഒരു വൃത്തിയുള്ള ഇടമോ വേണം. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. പിന്നെ പ്രോസസ് എന്ന് പറയുമ്പം ഏത് വാക്സിനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, അത് എടുക്കുന്നതിന് മുമ്പേ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എത്ര ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം, കൈ കഴുകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് വരിക, അതിന്റെ പ്രോസസ്സിലാണ് വരിക. അതുപോലെ കുട്ടികൾക്ക് വാക്സിൻ കിട്ടിയിട്ടുണ്ടോ, അതാണ് ഔട്ട്കം അല്ലെ. കൃത്യം എത്ര പേർക്ക് അല്ലെങ്കിൽ വാക്സിൻ അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും AFI വന്നിട്ടുണ്ട്, അതൊരു ഔട്ട്കം മെഷർമെന്റ് ആണ്. അപ്പൊ അങ്ങനെ 3ആയിട്ട് നമുക്ക് ഏതൊരു കാര്യത്തിനും തരംതിരിക്കാം. സ്ട്രക്ചർ ഉണ്ടാവും, അത് നടപ്പിലാക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഉള്ളതാണ് സ്ട്രക്ചർ. അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്നുള്ള കൃത്യമായ ഗൈഡ് ലൈനുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ് പ്രോസസ്സുകൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഔട്ട്കം, എത്ര പേർക്ക് അത് കിട്ടി, അതിന്റെ ഔട്ട്കം എന്താണെന്ന് പറയുന്നത് ഔട്ട്കം. അപ്പൊ നമ്മുടെ ഈ ഏരിയ ഓഫ് കൺസേൺ 8 ഏരിയ ഓഫ് കൺസേണിനെ നമുക്ക് അങ്ങനെ സ്ട്രക്ചർ, പ്രോസസ്, ഔട്ട്കം ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വാളിറ്റി അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരിക്കലും സ്ട്രക്ചർ മാത്രമല്ല ഈ ക്വാളിറ്റി അക്രഡിറ്റേഷൻ കിട്ടുന്നതിനുള്ള പരമമായിട്ടുള്ള ആവശ്യം, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഘടകം സ്ട്രക്ചർ മാത്രമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോസസ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ആ പരിമിതമായ സാഹചര്യമാണെങ്കിലും ആ പ്രവർത്തനം അവിടെ എങ്ങനെ ചെയ്യുന്നു, അത് വൃത്തിയോടെയാണോ, എങ്ങനെ കൃത്യമായ രീതിയിലാണോ, ഗൈഡ് ലൈൻസ് പ്രകാരമാണോ എന്നുള്ള രീതിയിലുള്ള പ്രോസസ്സുകളാണ് എപ്പോഴും മെഷർ ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചറിനും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലും 80% വെയിറ്റേജ് കൂടുതൽ കിട്ടുക പ്രോസസ്സുകൾക്കാണ്. അപ്പൊ ഏതൊക്കെയാണ് സ്ട്രക്ചർ, ഏതൊക്കെയാണ് പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഇൻപുട്ട് നമ്മൾ പറഞ്ഞല്ലേ, സ്ഥാപനത്തിന്റെ സൗകര്യം, അവിടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടെ മാൻ, മെറ്റീരിയൽ, മണി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻപുട്ടാണ്. അതൊക്കെ ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ്. ഇനി അടുത്തത് സപ്പോർട്ട് സർവീസസ് ആവട്ടെ, ക്ലിനിക്കൽ സർവീസസ് ആവട്ടെ, ഇൻഫെക്ഷൻ കൺട്രോൾ നടത്തുന്നതാവട്ടെ, ക്വാളിറ്റി മാനേജ്മെന്റ് നടത്തുന്നതാവട്ടെ, പേഷ്യന്റിന്റെ അവകാശങ്ങൾ എഴുതുന്നതാവട്ടെ, ഇതൊക്കെ പ്രോസസ്സുകളാണ്. ഇതെല്ലാം പ്രോസസ്സിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അതുപോലെ പേഷ്യന്റിന് എത്ര ഇമ്മ്യൂണൈസേഷൻ കിട്ടി, എത്ര പേര് ഇവിടുന്ന് റെഫർ ചെയ്യേണ്ടി വന്നു, അതൊക്കെ ഒന്ന് നടത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഔട്ട്കം ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഓരോ ഏരിയ ഓഫ് കൺസേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ഥാപനത്തിലെ സ്ട്രക്ചർ ആണോ, പ്രോസസ് ആണോ, ഔട്ട്കം ആണോ എന്ന് നോക്കിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഓവറോൾ ഒരു പിക്ചർ ആണ്. ഇപ്പൊ ജില്ലാ ആശുപത്രിക്കാണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, 10-20 ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക്, എമർജൻസി, കാഷ്വാലിറ്റി, പിന്നെ ലേബർ റൂം, OT, ഇങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ എല്ലായിടത്തും നോക്കൂ, ഏരിയ ഓഫ് കൺസേൺ 8 തന്നെയാണ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡുകൾ കൂടും, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരും. പക്ഷെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം,
സബ് സെന്ററുകൾക്ക് നോക്കൂ 8 തന്നെയാണ് ഏരിയ ഓഫ് കൺസേൺ. സ്റ്റാൻഡേർഡ് 48ഓളം സ്റ്റാൻഡേർഡുകളുണ്ട്. 126ഓളം മെഷറബിൾ എലിമെന്റ് 126ഓളം മെഷറബിൾ എലിമെന്റ്സും ഉണ്ട്. ഒറ്റ ചെക്ക് ലിസ്റ്റേ ഉള്ളൂ സബ് സെന്ററിനാകെ, ഒരു ചെക്ക് ലിസ്റ്റേ ഉള്ളൂ. തീമാറ്റിക് ചെക്ക് ലിസ്റ്റ് ആണ്. എങ്ങനെയാണ് അത് നോക്കേണ്ടതെന്നൊക്കെ അടുത്ത സ്ലൈഡുകളിൽ പറയാം. അപ്പൊ ഞാനിപ്പോ സംസാരിച്ച പോലെ തന്നെ ഒരു ജില്ലാ ആശുപത്രിയുടെ ചെക്ക് ലിസ്റ്റില് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ള, ആക്സിഡന്റ് ആൻഡ് എമർജൻസിക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, ഓക്സിലറി സർവീസിന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, റേഡിയോളജിക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇതിലൊക്കെ 8 ഏരിയ ഓഫ് കൺസേണും അടങ്ങിയിട്ടുണ്ടാവും ഓരോ ചെക്ക് ലിസ്റ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇൻഡോർ ഡിപ്പാർട്ട്മെന്റ് IP ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അവിടെ ആ സേവനം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഏരിയ ഓഫ് കൺസേൺ ഏല്. അവിടുത്തെ രോഗികളുടെ അവകാശങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേഷ്യന്റ് റൈറ്റ്സിലും, അവിടെ കൃത്യമായ രീതിയിലാണോ IP ചികിത്സ നടത്തുന്നു എന്നുള്ളത് ക്ലിനിക്കൽ സർവീസിലും, അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻഫെക്ഷൻ കൺട്രോളിലൊക്കെ വരും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഈ 8 ഏരിയ ഓഫ് കൺസേൺ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉണ്ടാവും അസസ് ചെയ്യുന്നതിനായിട്ട്. ഇതിപ്പോ CHCയുടെയും PHCയുടെയും UPHCയുടെയും അതുപോലുള്ള സമാനമായ ചെക്ക് ലിസ്റ്റുകളാണ്. എന്നാൽ സബ് സെന്റർ എത്തുമ്പോൾ നിങ്ങൾ നോക്കൂ, തീം വൈസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. നമുക്ക് നിലവിൽ പാക്കേജസ് ആണുള്ളത് അല്ലെ. 7 പാക്കേജസ് ആണ് നമ്മുടെ മിനിമം നടപ്പിലാക്കേണ്ട പാക്കേജസ് എന്ന് പറയുന്നത്. കൂടെ നമ്മുടെ കേരളത്തിലാവട്ടെ പാലിയേറ്റീവ് കെയറിന്റെ പാക്കേജ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, കെയർ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്, ഇപ്പൊ ആന്റിനേറ്റൽ കെയറിനെ സംബന്ധിച്ചിട്ടുള്ള OP നിങ്ങൾ നടത്തുന്നുണ്ടാവും. ആന്റിനേറ്റൽ OP, ഒരു ഡെലിവറി കഴിഞ്ഞ് എത്ര പ്രാവശ്യം അവരെ കാണാൻ പോകണം, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കെയർ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. കുട്ടികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള 2 എണ്ണം ഉണ്ട്. നിയോനേറ്റൽ ആൻഡ് ഇൻഫന്റ് ഹെൽത്ത് സർവീസസ്, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ, ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെന്റ് സർവീസസ്, ഫാമിലി പ്ലാനിംഗ്, മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, മാനേജ്മെന്റ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പിന്നെ കൂടാതെ ഡ്രഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ എൽഡർലി ആൻഡ് പാലിയേറ്റീവ് ഹെൽത്ത് കെയർ. മറ്റ് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. 7+1 8 പാക്കേജസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു ഉദാഹരണമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇൻപുട്ടിൽ ഏതൊക്കെ കാര്യങ്ങൾ വരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, HR ഉണ്ടോ, ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഉണ്ടോ, എക്യുപ്മെന്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻപുട്ടിൽ വരും. ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയിട്ടതാണ്. വിശദമായിട്ടുള്ള സ്ലൈഡുകൾ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പ്രകാരം നോക്കുമ്പോൾ ഓരോ ആശുപത്രിയിലും ഇത്തരത്തിൽ ചെക്ക് ലിസ്റ്റുകൾ റൺ ചെയ്ത് 70% കൂടുതൽ അഗ്രഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതാണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന് 70% കൂടുതൽ അഗ്രഗേറ്റ് സ്കോർ വേണം. ചിലതൊക്കെ മാൻഡേറ്ററി സ്കോറുകളാണ്. അതിന് മോർ ദാൻ ഓർ ഈക്വൽ ടു 70% വേണം എന്നുള്ള ക്രൈറ്റീരിയകളുണ്ട്. പിന്നെ ചിലതിന് ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ബൈ സ്കോർ മോർ ദാൻ 50% മതി. പിന്നെ കൂടാതെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും അവിടെ ക്യാപ്ചർ. അതും നമുക്ക് ഓരോ സ്കോറും ഓരോ ഏരിയ ഓഫ് കൺസേൺ വരുമ്പോൾ വിശദമായിട്ട് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള മെച്ചം? ഉദാഹരണത്തിന് ഇൻസെന്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ, വലിയൊരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഡിന് 10,000 രൂപ എന്നുള്ള കണക്കിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസെന്റീവുകൾ NQAs കിട്ടുന്ന ആശുപത്രികൾക്ക് കൊടുക്കുന്നത്. ഒരു വർഷത്തെ NQAs ഒരു പ്രാവശ്യം നാഷണൽ അക്രഡിറ്റേഷൻ എടുത്ത 3 വർഷം വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. ഓരോ വർഷവും സർവൈലൻസ് അസസ്മെന്റ് ചെയ്ത് അവിടുത്തെ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. എന്നാൽ മാത്രമേ ആ വർഷത്തെ നമുക്ക് പൈസ റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ അപ്ലൈ ചെയ്ത് നാഷണൽ അസസ്മെന്റ് നടത്തി നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടിയാൽ തുടർന്നുള്ള 3 വർഷങ്ങളിൽ അവിടെ വാലിഡിറ്റി ഉണ്ടെന്നിരിക്കെ രണ്ടാമത്തെ വർഷം നമ്മൾ സർവൈലൻസ് അസസ്മെന്റ് ചെയ്യണം. അപ്പൊ ഓരോ വർഷവും നമുക്ക് 200 ബെഡ് ഉണ്ടെങ്കിൽ ഓരോ ബെഡിന് 10,000 രൂപ വെച്ചുള്ള കണക്കിലാണ് മേജർ ആശുപത്രികൾക്ക് കിട്ടുക. അതുപോലെ സബ് സെന്ററിനെ പറ്റി പറയുവാണെങ്കിൽ 7 സർവീസ് പാക്കേജ് ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഓരോ സർവീസ് പാക്കേജിനും 17,000-ഓളം രൂപ വെച്ചിട്ടുള്ള നിരക്കിലാണ് കിട്ടുക. ഏകദേശം ഒരു 1,00,000-ഓളം രൂപ നമുക്ക് ഓരോ വർഷവും നമ്മുടെ സബ് സെന്ററിന് ലഭ്യമാകും NQAs അക്രഡിറ്റേഷൻ കിട്ടുന്ന മുറയ്ക്ക്. ഇത് ഞാൻ ലക്ഷ്യനാമം ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി ഞാനിത് ഇട്ടതാണ്. ലക്ഷ്യ എന്ന് പറയുമ്പോൾ ലേബർ റൂം റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഇനിഷ്യേറ്റീവ് ആണ്. NQAsന്റെ അതേ ഇപ്പം നമ്മുടെ DHലൊക്കെ കണ്ടു ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ലേബർ റൂമിന്റെ ചെക്ക് ലിസ്റ്റ്. അത് തന്നെയാണ് ലക്ഷ്യയുടെ ചെക്ക് ലിസ്റ്റ്. ലക്ഷ്യ ലേബർ റൂമിനും മെറ്റേണിറ്റി OTക്കും ലേബർ വാർഡുകൾക്കും ഒക്കെ മാത്രം ആ ലേബർ റൂം മെറ്റേണിറ്റി OT മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ന്യൂബോൺ മോർട്ടാലിറ്റി ആൻഡ് മോർബിലിറ്റി, സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവം ഉണ്ടാവുക എന്നുള്ളതും അമ്മയ്ക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലേബർ സമ്മാനിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യ ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തേണ്ടത്. കൂടാതെ സേഫ് മദർഹുഡ് ആൻഡ് സേഫ് ന്യൂ ബോൺസ് അല്ലെ, മെറ്റേണൽ മോർട്ടാലിറ്റിയും ഇൻഫന്റ് മോർട്ടാലിറ്റിയും കുറയ്ക്കുക എന്നുള്ള
സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യ ലേബർ റൂംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക എന്നുള്ളതും കോൺഫിഡൻസ്, ആശുപത്രികൾ വന്ന് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വന്ന് പ്രസവത്തിനായിട്ട് ആളുകൾക്ക് വരാനുള്ള കോൺഫിഡൻസും കൂട്ടുക എന്നുള്ളതും ഇതിന്റെ പുറകിലുള്ള ഒരു തത്വമാണ്. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചെയ്യും. ലക്ഷ്യ മുസ്കാനും മാത്രമാണ് നമുക്ക് മെഡിക്കൽ കോളേജിലും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. NQS നമുക്കിപ്പോ ജില്ലാ, ജനറൽ, താലൂക്ക്, PHC, CHC, അർബൻ PHC, പിന്നെ HWCസിൽ മാത്രമേ NQS ചെയ്യുന്നുള്ളൂ. മെഡിക്കൽ കോളേജിൽ ഇപ്പൊ NQSന്റെ ഫെസിലിറ്റി ലഭ്യമല്ല. നേരെ മറിച്ച് ലക്ഷ്യ മുസ്കാനും മെഡിക്കൽ കോളേജുകളിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ലേബർ റൂമിനും മെറ്റേണിറ്റി OTക്കും വേണ്ടി പ്രത്യേകമായിട്ട് ചെക്ക് ലിസ്റ്റുകളുണ്ട്. അത് പ്രകാരമാണ് അവ അസസ് ചെയ്യപ്പെടുന്നത്. മുസ്കാൻ ആവട്ടെ, നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. കുട്ടികൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് ആശുപത്രികളിൽ എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. കുട്ടികളുടെ രോഗാതുരതയും മോർട്ടാലിറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ചൈൽഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഏരിയാസിലെ ക്വാളിറ്റി ഓഫ് കെയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ. അത് കുറച്ച് പഴയതായ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴത്തെ NQS വെച്ച് നോക്കുമ്പോൾ. കാരണം NQS വരുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ക്യാഷ് പ്രകാരം PHCക്കും ഒക്കെ നമുക്ക് ക്യാഷ് അസസ്മെന്റ്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റുകളുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇത് 2011 തുടങ്ങിയത്. ക്വാളിറ്റി അഷുറൻസ് ടീം NHM കേരളയാണ് ഗവൺമെന്റ് ഓഫ് കേരളയുമായിട്ട് ചേർന്നിട്ട് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഇതിന് 12 ചാപ്റ്ററും 78ഓളം സ്റ്റാൻഡേർഡുകളും ഒക്കെ ഉണ്ട്. അത് പ്രകാരമാണ് ക്യാഷ് അക്രഡിറ്റേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മറ്റൊരു പേരാണ് കായകൽപ്പ് എന്ന് പറയുമ്പോൾ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം അല്ല, നേരെ മറിച്ച് ഒരു അവാർഡ് അല്ലെങ്കിൽ ഇൻസെന്റിവൈസേഷൻ അവാർഡാണ് കൊടുക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സാനിറ്റേഷൻ മെഷേഴ്സ് സ്ഥാപന തലത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളുടെ അവാർഡാണ് കായകൽപ്പ് അവാർഡ്. ഇതിന് 3 സ്റ്റേജിലാണ് നമുക്ക് പരിശോധനകൾ നടത്തുന്നത്. ഒന്ന്, ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, സ്ഥാപന തലത്തിൽ ഒരു ക്വാളിറ്റി ടീം ഉണ്ടാവണം. ആ ടീം തന്നെ സ്ഥാപന തലത്തിൽ ഈ ചെക്ക് ലിസ്റ്റിന് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം മാർക്കിട്ട് നോക്കും എത്രത്തോളം നമ്മുടെ സ്ഥാപനം ഈ പറയുന്ന ശുചിത്വവും അല്ലെങ്കിൽ അണുബാധ നിയന്ത്രണ പദ്ധതികളിൽ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് മാർക്ക് ഇടും. 70% കൂടുതൽ മാർക്ക് സ്ഥാപന തലത്തിൽ ലഭ്യമാവുകയാണെങ്കിൽ ജില്ലാ തലത്തിലെ അല്ലെങ്കിൽ പിയർ അസസ്മെന്റ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ വന്ന് നമ്മുടെ സ്ഥാപനത്തിന് അസസ് ചെയ്യും. മറ്റുള്ള സ്ഥാപനങ്ങളുടെ ഒരു ടീം വന്ന് നമ്മളെ സ്ഥാപനത്തിന് അസസ് ചെയ്യും. ജില്ലാ തലത്തിലുള്ള അസസ്മെന്റിൽ 70% കൂടുതൽ കിട്ടുന്ന മുറയ്ക്ക് സംസ്ഥാനതല ആപ്ലിക്കേഷന് വേണ്ടി സമർപ്പിക്കും. പലപ്പോഴും നമുക്ക് കട്ട് ഓഫ് ചിലപ്പോൾ UPHCക്ക് ആണെങ്കിൽ 90% വരെ കട്ട് ഓഫ് ഉണ്ട്. കാര്യം കൂടുതൽ സ്ഥാപനങ്ങൾ മുമ്പിലേക്ക് വരുന്നതോടെ നമുക്ക് അവാർഡിന് നിശ്ചിതമായ തുകയാണുള്ളത്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇതൊരു മത്സരം പോലെയാണ്. അപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും കൊടുക്കുക. 70% കൂടുതൽ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടെന്ന് സംസ്ഥാനതല പരിശോധന നടത്തുമ്പോൾ പോലും 70 സ്ഥാപനത്തിൽ കൂടുതൽ ജില്ലാ ജനറൽ ആശുപത്രികളൊക്കെ ഉണ്ട് എന്ന് കാണിക്കുന്നത് നാഷണൽ ലെവലിലുള്ള അച്ചീവ്മെന്റും കൂടിയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഓരോ സ്ഥാപനവും നമ്മൾ കായകൽപ്പ് സ്കോർ ഉയർത്താൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഇനി വരുന്ന വർഷങ്ങൾ ഉയർത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. നമ്മളിപ്പോ സംസാരിച്ചു തന്നെയാണ് സ്വച്ഛത അല്ലെങ്കിൽ വൃത്തി പ്രൊമോട്ട് ചെയ്യാൻ, ക്ലെൻലിനെസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അതിലൂടെ ക്വാളിറ്റി ഓഫ് കെയറും ക്വാളിറ്റി കൾച്ചറും സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് എക്സംപ്ലറി പെർഫോമൻസസ്, നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് ക്യാഷ് അവാർഡുകൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ഈ കായകൽപ്പ് 1984 റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം തൊട്ട് തുടങ്ങിയ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ തൊട്ട് തുടങ്ങിയതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ 2014 വന്നത്. അതിനുശേഷമാണ് കായകൽപ്പിന്റെ അവാർഡ് സ്കീം ലോഞ്ച് ചെയ്തത് 2015. പിന്നെ അതിനുശേഷം 2018 നോക്കുവാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും സബ് സെന്ററുകളിലും PHCകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ അസസ്മെന്റിന് വരുമ്പോൾ അല്ലെങ്കിൽ CHC മേജർ ഹോസ്പിറ്റലൊക്കെ ബിയോണ്ട് ദ ബൗണ്ടറി എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് തന്നെയുണ്ട്. ഇത് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള, ഇപ്പൊ ആരോഗ്യ കേന്ദ്രങ്ങളാണല്ലോ, അപ്പൊ ആരോഗ്യ കേന്ദ്രങ്ങൾ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന്, അതായത് ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന സാമൂഹികമായിട്ടുള്ള മറ്റ് ഘടകങ്ങളുണ്ട്. കുടിവെള്ളം അല്ലെങ്കിൽ സമൂഹത്തിലെ വൃത്തി,
അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, ന്യൂട്രീഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്ഥാപനം ഇടപെടുന്നത് എന്ന് അറിയാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ബിയോണ്ട് ദ ബൗണ്ടറി. അപ്പം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കായകൽപ്പിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഫീൽഡിൽ ചെയ്തത്? നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു ബിയോണ്ട് ദ ബൗണ്ടറി ആക്ടിവിറ്റീസ് അസസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾ റാലീസ് നടത്തുന്നുണ്ടാവും, ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവും, ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ടാവും, ഇത്തരത്തിലുള്ള പുതിയ നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ അടക്കം എടുത്ത് റിപ്പോർട്ടാക്കി ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ബിയോണ്ട് ദ ബൗണ്ടറി ആയിട്ട് അത് കാണിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് 2021 എക്കോ ഫ്രണ്ട്ലി അവാർഡുകളും ജില്ലാ ജനറൽ ആശുപത്രി, താലൂക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വരെയുള്ള ആശുപത്രികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ എയർ ഫിൽട്ടേഴ്സ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പം പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള ICUs പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എയർ ഫിൽട്ടേഴ്സ് സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. അത് പ്രകാരമുള്ള കാര്യങ്ങൾ ഓരോ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രോത്സാഹനം ഉള്ള നിലയിലാണ് എക്കോ ഫ്രണ്ട്ലി ഫെസിലിറ്റി അവാർഡ് 2021 മുതൽ ഗവൺമെന്റ് നൽകി വരുന്നത്. ഇതാണ് ക്യാഷ് അവാർഡുകളുടെ ഒരു കണക്ക്. വലിയ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് തുക കൂടുതലായിരിക്കും. ചെറിയ സ്ഥാപനം PHC-യും CHC-ക്കും 1 ലക്ഷം രൂപ മുതലുള്ള അവാർഡുകൾ 50,000 രൂപ, 70% മാർക്ക് കൂടുതൽ കിട്ടുന്നവർക്ക് 50,000, 35,000 രൂപ വരെ സബ് സെന്ററുകൾക്ക് കിട്ടുന്നുണ്ടാവും കായകൽപ്പ് അവാർഡ്. മികച്ച സബ് സെന്ററിന് 1 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ സ്കോർ കിട്ടുന്നവർക്ക് 50,000, മൂന്നാമത്തെ സ്കോർ കിട്ടുന്നവർക്ക് 35,000 രൂപ വരെ ക്യാഷ് അവാർഡ് വർഷം ലഭിക്കുന്നതാണ്. അതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. കാര്യം വർഷാവർഷം നടത്തുന്ന ഒരു മത്സരമാണിത്. ഈ കായകൽപ്പിലും നമുക്ക് ഇതുപോലെ തന്നെ മെഷർമെന്റ് സിസ്റ്റം ഉണ്ട്, ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട്. അത് പ്രകാരമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ചെക്ക് പോയിന്റുകളും സ്കോറും ഒക്കെ ഉണ്ട്. തീമാറ്റിക് ഏരിയ ഉണ്ട് കായകൽപ്പിന്, ഹോസ്പിറ്റൽ ഫെസിലിറ്റി. അപ്പം അതെങ്ങനെയാണ് കൃത്യമായിട്ട് സോർട്ട് ചെയ്യുന്നുണ്ടോ, അത് ശേഖരിക്കുന്നുണ്ടോ, അത് പരിപാലനം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇൻഫെക്ഷൻ കൺട്രോൾ, സപ്പോർട്ട് സർവീസസ്, ഹൈജീൻ പ്രൊമോഷൻ, ബിയോണ്ട് ഹോസ്പിറ്റൽ ബൗണ്ടറി ഒക്കെ ഇതിൽ നോക്കുന്നതാണ്. ഇനി അസസ്മെന്റ് മെത്തേഡുകൾ എങ്ങനെയാണ് എന്ന് കൂടെ പറയാം. ഒന്ന്, ആദ്യം ഒരു അസസർ വരുവാണെങ്കിൽ അവർക്ക് ഒബ്സർവേഷൻ, എങ്ങനെയാണ് കാര്യങ്ങൾ നടപ്പാവുന്നത് എന്ന് ഒബ്സർവ് ചെയ്യും. രണ്ടാമത് ചെയ്യുന്നതാണ് സ്റ്റാഫ് ഇന്റർവ്യൂ. സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യാം. ആ സ്റ്റാഫിന് ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള അറിവ്, അവരെങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് എന്നുള്ള സ്റ്റാഫ് ഇന്റർവ്യൂ. മൂന്നാമത് റെക്കോർഡ് റിവ്യൂ. ആ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണ്, രജിസ്റ്ററുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. കൂടാതെ പേഷ്യന്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പൊ ഈ 4 വഴികളിലൂടെയാണ് ഓരോ ചെക്ക് പോയിന്റും അസസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റാഫ് ട്രെയിൻഡ് ആവുക എന്നുള്ളത്, ഇപ്പൊ LMS പ്ലാറ്റ്ഫോം ഉണ്ട്. LMS പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ട്രെയിനിങ്സ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് കൂടുകയാണ്. അപ്പൊ അത് പ്രകാരം സ്റ്റാഫ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആണോ ഈ വിഷയത്തിൽ, എല്ലാ ജീവനക്കാർക്കും ഇതിനെപ്പറ്റി അറിയാമോ എന്നുള്ള കാര്യം, റെക്കോർഡുകൾ കൃത്യമായി കീപ്പ് ചെയ്യുന്നുണ്ടോ, ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി ചോദിച്ചാൽ എടുക്കാം, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ NCD രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനമുണ്ടോ, പേഷ്യന്റിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് സേവനം കിട്ടുന്നുണ്ടോ, തൃപ്തരാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവര് ചോദിക്കും. ഇനി പറയുന്ന ഒരു ചെക്ക് പോയിന്റിന് ഫുൾ കംപ്ലയൻസ്, പൂർണ്ണമായിട്ടുള്ള എന്താണ് യോജിപ്പ് അതിനോടുണ്ടെങ്കിൽ നമുക്ക് 2 മാർക്ക് കൊടുക്കാം. പാർഷ്യൽ കംപ്ലയൻസ്, അത് 99% വരെ ആണെങ്കിലും നമുക്ക് 50 മുതൽ 99% വരെ മാത്രമേ യോജിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്ക് പാർഷ്യൽ കംപ്ലയൻസേ കൊടുക്കാൻ പറ്റൂ. 1 മാർക്ക്. 50% താഴെയാണ് നമ്മുടെ ഫൈൻഡിങ്. അവിടെ ആ പ്രവർത്തനങ്ങൾ 50%-ലും താഴെ നടത്തുന്നുള്ളെങ്കിൽ 0 ആണ് മാർക്ക്. അപ്പൊ 3 തരത്തിലാണ് മാർക്ക് ഇടുക ചെക്ക് ലിസ്റ്റിൽ. 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2. 0 എന്ന് പറഞ്ഞാൽ 50%-ൽ താഴെയുള്ള പ്രവർത്തനം ചെക്ക് പോയിന്റ് പ്രകാരം, 50-നും 99-നും ഇടയിലാണെങ്കിൽ 1 മാർക്ക്, മുഴുവനായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ മാത്രമാണ് ഫുൾ കംപ്ലയൻസ് അഥവാ 2 മാർക്ക് കിട്ടുന്നത്. ഇനി 1 മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ 0 മാർക്ക് കിട്ടുന്ന ഏരിയകളെയാണ് നമ്മൾ ഗ്യാപ്പ് ആയിട്ട് കാണുക. അതായത് അവിടെ ഒരു വിടവുണ്ട്, ആ പ്രവർത്തനത്തിൽ ഒരു പൂർണ്ണതയില്ലായ്മയുണ്ട് അല്ലെങ്കിൽ വിടവുണ്ട്. ആ വിടവ് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ എന്തൊക്കെയാണ് ഗ്യാപ്പ് എന്ന് നിങ്ങൾ നോക്കുക ഇന്റേണൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ. അതിനെയാണ് ആ വിടവുകൾ കണ്ടെത്തിയ വിടവുകൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അടുത്ത മീറ്റിങ്ങുകളിൽ, ക്വാളിറ്റി മീറ്റിങ്ങുകളിലും സബ് സെന്റർ മീറ്റിങ്ങുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ മീറ്റിങ്ങുകളിലും ഒക്കെ കണ്ടെത്തണം. അതാണ് ഗ്യാപ്പ് ക്ലോഷർ മെക്കാനിസം. ഗ്യാപ്പ് ക്ലോഷറിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ഫണ്ട് ആയിരിക്കും വേണ്ടത്, ചിലപ്പോൾ പ്രോസസ്സ്, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഒന്ന് സ്റ്റാൻഡേർഡ് പ്രകാരം മാറ്റി എഴുതിയാൽ മതിയായിരിക്കും.
ചിലപ്പോൾ ആളുകളുടെ പങ്കാളിത്തമായിരിക്കും വേണ്ടത്. ഇതെല്ലാം നമ്മൾ ആ ഗ്യാപ്പ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ സ്ഥാപനം അസസ് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനം ഏത് സ്ഥാപന തലമാവട്ടെ നിങ്ങൾ ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് സെൽഫ് അസസ്മെന്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആ മെഷറബിൾ എലമെന്റ് എന്താണെന്ന് മനസ്സിലാവും, എന്താണ് ചെക്ക് പോയിന്റ് എന്ന് മനസ്സിലാവും, അത് എങ്ങനെ നോക്കണമെന്നും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിന് സ്റ്റാഫ് ഇന്റർവ്യൂ ആണോ ചെയ്യേണ്ടത്, റെക്കോർഡ് നോക്കുകയാണോ ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, കൈ കഴുകുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്യാണോ വേണ്ടത്, പേഷ്യന്റിനോട് ചോദിക്കുകയാണോ വേണ്ടത് തുടങ്ങിയത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ ഈ സ്കോറിംഗ് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ ചെക്ക് പോയിന്റുകളിലാണ് നിങ്ങൾ പിന്നോക്കം നിൽക്കുന്നതെന്ന് കണ്ടെത്തുക, അതിന്റെ ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. 70% മാത്രം മതി നമുക്ക് ഇതിന് അക്രഡിറ്റേഷന് അപേക്ഷ സമർപ്പിക്കാൻ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മികച്ച സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മികച്ച സ്കോർ ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് അസസ്മെന്റ് ചെയ്താലും. എന്നാൽ നമ്മൾ എക്സലന്റ് സ്കോർ 100% കിട്ടിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ 90% കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കൂ എന്ന് കരുതി പിന്നോട്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെയധികം വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യരംഗം മറ്റുള്ള പല സംസ്ഥാനങ്ങളെക്കാട്ടി വളരെ മികച്ചതാണ്. എന്നാൽ അധിക സ്ഥാപനങ്ങൾ ക്വാളിറ്റി അക്രഡിറ്റേഷന് വേണ്ടി മുന്നോട്ട് വരാത്തത് എക്സലന്റ് സ്കോർ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. 70% അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ക്ലോഷർ ചെയ്യാനും കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഡിസ്ട്രിക്ട് ലെവൽ അസസ്മെന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ പിന്നെ സമയം കിട്ടും സ്റ്റേറ്റ് അസസ്മെന്റ് കഴിഞ്ഞ്. ഇതൊരിക്കലും ഒരു വൺ ടൈം പ്രോസസ് അല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അക്രഡിറ്റേഷൻ കിട്ടി അതോടുകൂടി ജോലി തീർന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് തുടർന്നും എപ്പോഴും ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഓരോ മാസങ്ങളിലും കഴിഞ്ഞ മാസത്തെക്കാട്ടി കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.